മാർവൽ സോംബീസ് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. കുറച്ച് ദിവസമായി ഇറങ്ങിയിട്ട് 4 എപ്പിസോഡേ ഉള്ളൂ. ഇന്നലെയാണ് കണ്ടു തീർത്തത്. ഫൈനലി സംതിങ് ബെറ്റർ ഫ്രം മാർവൽ. ആഫ്റ്റർ ഓൾ നമ്മൾ റീസെൻ്റ്ലി ഇറങ്ങിയ ഒരുപാട് ഷിറ്റ് ഷോസ് തന്ന നിരാശ ഇതിലേക്ക് വന്നപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇംപ്രസ്ഡ് ആണ് ബൈ ദ ക്വാളിറ്റി ഓഫ് ദിസ് ഷോ. കാരണം ആക്ഷൻ സീക്വൻസുകളായാലും ആനിമേഷൻ ആയാലും, ഞാൻ പറഞ്ഞില്ല ആക്ഷൻ സീക്വൻസുകളൊക്കെ സോംബീസിനായിട്ടാണ് ഫൈറ്റ് വരുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി പരിപാടി നല്ല പെട്ടപ്പനായിട്ട് തന്നെ പെശക് പരിപാടിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി വാട്ട് ഇഫ് കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. വാട്ട് ഇഫിൽ ഫസ്റ്റ് സീസണിലോ സെക്കൻഡ് സീസണിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, സോംബീസിൻ്റെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് എനിക്ക് മാർവൽ സോംബീസ് ഫീൽ ചെയ്തത്. ഒന്നുമില്ല, അപ്പോക്കലിപ്സ് ആണ്, സോംബി അപ്പോക്കലിപ്സ് ആണ്. അപ്പോൾ മൊത്തത്തിൽ ദ വേൾഡ് ഈസ് ഇൻഫെസ്റ്റഡ് ബൈ സോംബീസ്. അപ്പം അതിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് എന്താ പറയുക, നമ്മുടെ ഹീറോസ് ഒബ്വിയസ്ലി ഉണ്ട്. ഇതിൽ ക്യാപ്റ്റൻ അമേരിക്ക ഒക്കെ സോംബിയാണ് കേട്ടോ, അത് വേറെ വിഷയം. നമ്മളെ മെയിൻ ഹീറോസൊക്കെ കുറേ പേരൊക്കെ സോംബീസാണ്. പിന്നെ വരുന്നത് ഇപ്പം മെയിനായിട്ട് കമലാ ഖാൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ് അവരൊരു ഫോക്കൽ പോയിൻ്റ് ആയിട്ട് വെച്ചുകൊണ്ടാണ് ബാക്കി പരിപാടികൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ വാണ്ട മാക്സിമോഫ് വരുന്നു, അവരായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് പരിപാടികൾ, മൊത്തത്തിലൊരു പ്രീമൈസ് അങ്ങനെയാണ് പോകുന്നത്. മാർവലിൻ്റെ അടുത്ത് നിന്ന് ഇപ്പം നമ്മൾ കുറച്ചായിട്ട് നല്ല സ്റ്റഫുകൾ മിസ് ചെയ്തിരിക്കുന്നൊരു സമയമാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഇതിൻ്റെ ഒരു ട്രെയിലർ വന്ന സമയത്ത് വിചാരിച്ചിരുന്നു കാണണമെന്ന് മാർവൽ സോംബീസ്. ട്രെയിലർ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം സീരീസ് ഇറങ്ങിയപ്പോൾ എന്തായാലും കാണാനിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്തായാലും ഈ സീരീസ്. ഇതിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം മാർവൽ കുറച്ച് പ്ലസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള നല്ല ഹീറോസ് ഉള്ള ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അവർ അങ്ങനത്തെ സാധനങ്ങളാണല്ലോ കൂടുതലും ഉണ്ടാവുക, നമ്മൾ അറിയുന്നതാണ്. അപ്പം പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് വന്നപ്പോൾ ദിസ് ഈസ് സംതിങ് ലൈക്ക് ദിസ് ഈസ് ആക്ച്വലി വയലൻറ്റ്, ബ്ലഡി, ബിറ്റ് ഓഫ് ഗോറി കൈൻഡ് ഓഫ് പരിപാടിയാണ്. അപ്പം നോട്ട് സംതിങ് ദാറ്റ് വി എക്സ്പെക്ട് ഫ്രം മാർവൽ. പക്ഷേ ദേ ഡിഡ് റിയലി വെൽ, ദേ ഡെലിവേർഡ് ഇറ്റ് വെൽ. പൈലറ്റ് എപ്പിസോഡ് ആക്ച്വലി കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അതിൽ തന്നെ നമുക്ക് ആ ഒരു കാണാനുള്ളൊരു സാധനം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് എപ്പിസോഡ് ആക്ച്വലി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എപ്പിസോഡ് അത്ര എൻഗേജിങ് അല്ല എന്നുണ്ടെങ്കിൽ പോലും മൂന്നാമത്തെ നാലാമത്തെ എപ്പിസോഡുകൾ കുറച്ചും കൂടെ അതിൻ്റെ മേലേക്ക് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് ഇപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ ബ്ലേഡിൻ്റെ ഒരു എപ്പിക് സീനുണ്ട്, ഒരു കിടിലം സീൻ വരുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു സാധനം ഇതിൽ സ്പൈഡർമാൻ്റെ ഒരു എപ്പിക് ഷോട്ടുണ്ട്, ഒരു കിടിലൻ ഷോട്ടുണ്ട്. നമ്മൾ ഹോൾ മാർവൽ പരിപാടിയിൽ ഇതുവരെ കണ്ടതിൽ സ്പൈഡർമാൻ്റെ ഇത്രയും കിടിലായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷോട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മൊത്തത്തിൽ പിന്നെ വാണ്ട വാസ് ആക്ച്വലി എ മെനസ് ആൻഡ് ആക്ച്വലി സോംബി താനോസ് ഓൾസോ കംപ്ലീറ്റ് മെനസാണ്. പിന്നെ ഇൻഫിനിറ്റി ഹൾക്ക് വരുന്നുണ്ട്. ഇതൊക്കെ അവസാനത്തോട്ടാണ്, കൂടുതൽ സ്പോയിലേഴ്സിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിപാടിയായിട്ട് ഫസ്റ്റ് ടു ലാസ്റ്റ് എപ്പിസോഡ് നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. കുറച്ച് സമയമേ ഉള്ളൂ എപ്പിസോഡുകളൊക്കെ, 1/2 മണിക്കൂർ 25 മിനിറ്റ് ഡ്യൂറേഷനൊക്കെ വരുന്നുള്ളൂ. അപ്പം കാണാൻ താല്പര്യമുള്ളവർക്ക്, മാർവൽ പരിപാടികളൊക്കെ കാണുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും കാണാൻ ശ്രമിക്കുക, ഹോട്ട്സ്റ്റാറിലുണ്ട് സംഗതി. അപ്പോൾ അത്രയേ ഉള്ളൂ. മാർവൽ സോംബീസ്, ബൈ.